പൊതുയോഗത്തെ മുഖ്യപ്രഭാഷണം നിർവഹിച്ചുകൊണ്ട് ജമാഅത്തെ ഇസ്ലാമി മലപ്പുറം ജില്ലാ സമിതി അംഗം എ.ടി. ഷറഫുദ്ദീൻ സാഹിബിനെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും. ബിസ്മില്ലാ അൽഹംദുലില്ലാ അസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് അലൈഹി തവക്കൽതു വഇലൈഹി ഉനീബ്. വേദിയിലുള്ള ഈ സമ്മേളനത്തിൻ്റെ അധ്യക്ഷത നിർവഹിക്കുന്ന സോളിഡാരിറ്റി മലപ്പുറം ജില്ലാ ജനറൽ സെക്രട്ടറി മുനീർ മങ്കട, ഈ പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിച്ച ബഹുമാന്യനായ സി.ടി. ഷുഹൈബ് സാഹിബ്, വേദിയിലുള്ള ജമാഅത്തെ ഇസ്ലാമി മക്കരപ്പറമ്പ് ഏരിയ പ്രസിഡന്റ് പി ഹൈദരലി സാഹിബ്, മറ്റു വേദിയിലും സദസ്സിലുമുള്ള ബഹുമാന്യരായ സഹോദരി സഹോദരന്മാരെ, രക്ഷിതാക്കളെ, സുഹൃത്തുക്കളെ, യുവാക്കളെ, കാരുണ്യവാനായ നാഥൻ നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. വംശീയതയെ ചെറുക്കുക, നീതിയുടെ യൗവനമാവുക എന്ന തലക്കെട്ടിൽ നിന്നുകൊണ്ട് സോളിഡാരിറ്റി സംസ്ഥാന വ്യാപകമായി നടത്തിക്കൊണ്ടിരിക്കുന്ന ക്യാമ്പയിൻ്റെ ഭാഗമായിട്ടുള്ള പൊതുസമ്മേളനത്തിലാണ് നമ്മളിവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. നേരത്തെയുള്ള പ്രഭാഷണത്തിൽ ബഹുമാന്യ സഹോദരൻ സി.ടി. ഷുഹൈബ് സാഹിബ് സോളിഡാരിറ്റി യൂത്ത് മൂവ്മെൻറ്റിൻ്റെ കഴിഞ്ഞ കാലഘട്ടത്തിലെ ഇടപെടലുകളും അതിൻ്റെ സാക്ഷ്യങ്ങളെക്കുറിച്ചുമൊക്കെ ഇവിടെ പരാമർശിക്കുകയുണ്ടായി. കേരള രാഷ്ട്രീയ സാമൂഹിക അന്തരീക്ഷത്തിൽ വളരെ സവിശേഷമായ ഒരു സാഹചര്യത്തിൽ പിറവിയെടുത്ത ഒരു പ്രസ്ഥാനമാണ് സോളിഡാരിറ്റി യൂത്ത് മൂവ്മെൻറ്റ്. അതുകൊണ്ട് തന്നെ ഇസ്ലാമിക പ്രസ്ഥാനത്തിൻ്റെ വേറിട്ട ഒരു ജന്മമാണ് സോളിഡാരിറ്റി യൂത്ത് മൂവ്മെൻറ്റ്. ഈ രാജ്യം അഭിമുഖീകരിച്ച സാമൂഹികവും രാഷ്ട്രീയവുമായ നിരവധി വിഷയങ്ങളിൽ കാലോചിതവും ഇസ്ലാമിൻ്റെ പ്രമാണങ്ങളുടെ അടിത്തറയിൽ നിന്നുകൊണ്ടും ഈ രാജ്യനിവാസികൾക്ക് മുമ്പിൽ അതാത് സന്ദർഭങ്ങളിൽ ശക്തമായ നിലപാടുകൾ സോളിഡാരിറ്റി അവതരിപ്പിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഈ സാഹചര്യത്തിൽ നമ്മുടെ രാജ്യത്ത് ഭയാനകമായ ഒരു അന്തരീക്ഷം ഉരുണ്ടുകൂടിയിരിക്കുകയാണ്. കഴിഞ്ഞ ഒരു പതിറ്റാണ്ട് മുമ്പുള്ള ഇന്ത്യയല്ല ഇന്ന് നമ്മുടെ മുമ്പിലുള്ളത്. കഴിഞ്ഞ ഒരു പതിറ്റാണ്ട് മുമ്പുള്ള ഇന്ത്യ സംഘർഷരഹിതമായിരുന്നു എന്നല്ല ഞാൻ പറയുന്നത്. എന്നാൽ മറക്കുള്ളിൽ ഒളിച്ചിരുന്ന ക്ഷുദ്രശക്തികൾ ഈ രാജ്യത്തിൻ്റെ ഭരണസ്ഥിരാകേന്ദ്രങ്ങളിൽ ഇടയിരുന്നു കൊണ്ട് ഈ രാജ്യത്തിൻ്റെ പാരമ്പര്യത്തെ നശിപ്പിച്ചുകൊണ്ട് ഈ രാജ്യത്തിൻ്റെ സഹിഷ്ണുതയെയും മതേതരത്വത്തെയും ജനാധിപത്യത്തെയും തകർത്തുകൊണ്ട് രാജ്യത്തെ ഒരു വംശഹത്യയുടെ മുനമ്പിലേക്ക് കൊണ്ടുപോകുന്ന വളരെ ആസൂത്രിതമായ പ്രവർത്തനങ്ങൾ
ശക്തമായി നടത്തപ്പെട്ട കാലയളവാണ് കഴിഞ്ഞ ഒരു പതിറ്റാണ്ട് എന്ന് പറയുന്നത്. നമ്മുടെ കണ്ണുമുമ്പിൽ ഒരുപാട് ചിത്രങ്ങളുണ്ട്. നജീബ് നമ്മുടെ മനസ്സുകളിൽ നിന്ന് മാഞ്ഞിട്ടില്ല. പഹ്ലൂഗാൻ നമ്മുടെ മനസ്സുകളിൽ നിന്ന് മാഞ്ഞിട്ടില്ല. ഉമർ ഖാലിദ് നമ്മുടെ മനസ്സിലുണ്ട്. അതുപോലെ തന്നെ കല്ലുബുർബയും അതുപോലെയുള്ള നിരവധി സാമൂഹിക സാംസ്കാരിക രംഗത്തുള്ള വ്യക്തിത്വങ്ങൾ, കർക്കര വരെയുള്ളവർ. ബാബരി മസ്ജിദിന്റെ പതനത്തിന് ശേഷം ഈ രാജ്യം ഇന്നേ വരെ കണ്ടിട്ടില്ലാത്തവണ്ണം രാജ്യത്തിന്റെ മുഴുവൻ മതേതരത്വത്തിന്റെ മുഴുവൻ പാരമ്പര്യത്തെയും നിശേഷം നശിപ്പിച്ചു കളഞ്ഞുകൊണ്ട് ബാബരി മസ്ജിദിന്റെ മണ്ണിൽ തന്നെ രാമക്ഷേത്രം പണിയുവാൻ വേണ്ടി യാതൊരു ഭയവുമില്ലാതെ ആശങ്കയുമില്ലാതെ നടപടികൾ സ്വീകരിച്ച കാലഘട്ടം. ഇനി ഗ്യാൻവാപ്പിയും സമ്പലും വേറെയും ആയിരക്കണക്കിന് മസ്ജിദുകൾ ഞങ്ങളുടെ മുമ്പിലുണ്ട്. ഇസ്ലാമിക ശരീഅത്തിന്റെ ഓരോ ഭാഗങ്ങളെ തോണ്ടിയെടുത്ത് മുത്തലാഖ് മുതൽ വഖഫ് വരെ എത്തി നിൽക്കുന്ന മുസ്ലിം വ്യക്തി നിയമത്തിന്റെ മുകളിലുള്ള കടന്നാക്രമണങ്ങളും പൗരത്വ നിഷേധവും ഉൾപ്പെടെയുള്ളത് വംശഹത്യയുടെ ടൂളുകളായിരുന്നു, ഉപകരണങ്ങളായിരുന്നു എന്ന് തിരിച്ചറിയാൻ ഈ രാജ്യത്തെ ഏതൊരു സാധാരണ മനുഷ്യനും സാധിക്കുന്ന കാര്യമാണ്. യഥാർത്ഥത്തിൽ വംശഹത്യ എന്ന് നമ്മുടെ കുട്ടികൾ അവരുടെ സാമൂഹിക പാഠങ്ങളിലും പഠനങ്ങളിലും കേൾക്കുന്നത് അറിയപ്പെട്ട ചരിത്രങ്ങളിൽ ലോകത്ത് സംഭവിച്ച ഹോളോകാസ്റ്റ് ഉൾപ്പെടെയുള്ള ദശലക്ഷക്കണക്കിന് മനുഷ്യരെ കൊന്നുതള്ളിയ വ്യത്യസ്ത വംശങ്ങൾ തമ്മിലുണ്ടായ വംശഹത്യയുടെ ചരിത്രങ്ങളും അനുഭവങ്ങളുമാണെങ്കിൽ ആധുനിക കാലഘട്ടത്തിലെ വംശഹത്യയുടെ രൂപം ഇന്ത്യയിലെ സംഘപരിവാർ ഭരണകൂടം തികച്ചും ആസൂത്രിതമായി മനുഷ്യരെ കൂട്ടത്തോടെ ഗ്യാസ് ചേംബറിലിട്ട് കൊന്നുകളയുകയായിരുന്നു നാസി ജർമ്മനിയിൽ ഹിറ്റ്ലർ ചെയ്തതെങ്കിൽ ഈ രാജ്യത്തെ മുസ്ലിങ്ങൾ ഉൾപ്പെടെയുള്ള ന്യൂനപക്ഷങ്ങളെ, പാർശ്വവൽകൃത സമൂഹങ്ങളെ നിയമപരമായ സംവിധാനങ്ങളും ഭരണകൂടത്തിന്റെ ഉപകരണങ്ങളും എടുത്തുപയോഗിച്ചുകൊണ്ട് ഇഞ്ചിഞ്ചായി വംശഹത്യക്ക് വിധേയമാക്കാമെന്നുള്ളതാണ് യഥാർത്ഥത്തിൽ സംഘപരിവാർ വ്യാമോഹിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ആലോചിച്ചു നോക്കുക, ലോകത്തെ അറിയപ്പെട്ട പ്രഗത്ഭരായ അക്കാദമിസ്റ്റുകളും ബുദ്ധിജീവികളും വംശഹത്യയുമായി ബന്ധപ്പെട്ടുകൊണ്ട് പഠനം നടത്തിക്കൊണ്ടിരിക്കുന്നവർ ഏതൊരു രാജ്യത്ത് അത്തരത്തിലുള്ള പ്രവണതകൾ സംഭവിച്ചിട്ടുണ്ടോ അതിനെ മുൻകൂട്ടി കാണുകയും ഇത് അപകടകരമാണ് എന്ന് സൈറൻ മുഴക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ ഇന്ന് ലോകതലത്തിൽ അറിയപ്പെടുന്ന ബുദ്ധിജീവികൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ലോകത്തെ അടുത്ത വംശഹത്യയുടെ മുനമ്പ് അത് ഇന്ത്യയാണ് എന്നുള്ളതാണ്. ഗസയിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ക്രൂരമായ നരനായാട്ടിന്റെയും വംശഹത്യയുടെയും മുമ്പ് തന്നെ വളരെ വ്യവസ്ഥാപിതമായി ഒരു ജനതയെ ഉന്മൂലനം ചെയ്യുവാൻ രാഷ്ട്രീയമായി, മതപരമായി, സാമ്പത്തികമായി, വിദ്യാഭ്യാസപരമായി
സകലമാന സംവിധാനങ്ങളും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഈ രാജ്യത്ത് വരുന്ന വലിയ ഒരു ന്യൂനപക്ഷത്തെ ഇല്ലായ്മ ചെയ്യുവാനുള്ള വളരെ ആസൂത്രിതമായ പദ്ധതികളാണ് യഥാർത്ഥത്തിൽ സംഘപരിവാർ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെയാണ് സോളിഡാരിറ്റിക്ക് പറയുവാനുള്ളത്. ഈ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്ന വംശഹത്യയെക്കുറിച്ച് ബോധവൽക്കരണത്തിന്റെ സമയമല്ല ഇത്. തിരിച്ചറിവിന്റെ സമയവും കഴിഞ്ഞിരിക്കുന്നു. ജനാധിപത്യപരമായ മാർഗങ്ങളിലൂടെ ചെറുത്തുനിൽപ്പിന്റെയും പ്രതിരോധത്തിന്റെയും സമയം അതവസാനിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. അത്രമേൽ ഭയാനകമായ ഒരു അന്തരീക്ഷമാണ് രാജ്യത്തിന്റെ അടിത്തട്ടുകളിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ആലോചിച്ചു നോക്കുക, ഈ രാജ്യത്തെ തെരുവുകളിൽ കൊല ചെയ്യപ്പെടുന്ന ഓരോ മുസ്ലിമും അവൻ കൊല ചെയ്യപ്പെടേണ്ടതാണ് എന്നുള്ള ഒരു ഭാഷയിലാണ് സംഘപരിവാറും സംഘപരിവാറിന്റെ മിഷനറികളും യഥാർത്ഥത്തിൽ വരുത്തിക്കൊണ്ടിരിക്കുന്നത്. ഏറ്റവും അവസാനം മാംഗ്ലൂരിൽ കൊല ചെയ്യപ്പെട്ട അഷ്റഫ് ഉൾപ്പെടെയുള്ളവരുടെ കാര്യത്തിൽ ഭരണകൂടവും ഇവിടുത്തെ പോലീസ് സംവിധാനങ്ങളും സ്വീകരിച്ച സമീപനത്തെ നിങ്ങൾ എടുത്തു നോക്കിയാൽ മതി. കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് യുപിയിൽ 10,000-കണക്കിന് വീടുകൾ ബുൾഡോസറുകൾ കൊണ്ട് തകർക്കപ്പെട്ടത്. നിങ്ങളുടെ പൗരത്വത്തിൽ സംശയമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ മണ്ണിൽ ചവിട്ടാനുള്ള അവകാശമില്ല, അധികാരമില്ല, ജീവിക്കാനുള്ള അവകാശമില്ല എന്നാണ് സംഘപരിവാറിന്റെ സംവിധാനങ്ങളും സംഘപരിവാറിന്റെ സൈന്യവ്യൂഹങ്ങളും ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആൾക്കൂട്ട കൊലപാതകങ്ങൾ മാത്രമല്ല, വഖഫുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിഷയങ്ങൾ നിങ്ങൾ പരിശോധിച്ചു നോക്കുക. യഥാർത്ഥത്തിൽ ഈ രാജ്യത്ത് വഖഫുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിഷയങ്ങളൊക്കെയും സംഘപരിവാർ ഈ കേരളത്തിൽ അല്പം പ്രബുദ്ധതയുണ്ട് എന്ന് നമ്മൾ മേനി പറയുന്ന കേരളത്തിൽ പോലും കഴിഞ്ഞ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഈ രാജ്യത്ത് 8 നൂറ്റാണ്ടോളം ഭരണം നടത്തിയ മുഗളന്മാരുൾപ്പെടെയുള്ളവർ അവരുടെ കാലഘട്ടങ്ങളിൽ കയ്യേറിയതും പിടിച്ചെടുത്തതുമായുമാണ് ഈ രാജ്യത്ത് വഖഫ് എന്ന് പറയുന്ന ഭൂമി എന്ന അർത്ഥത്തിൽ വരെ അക്ഷരാഭ്യാസം പോലുമില്ലാതെ ഉത്തരേന്ത്യയിലെ തെരുവോരങ്ങളിൽ മൊബൈലിൽ കുത്തിയിരിക്കുന്നവന്റെ മുമ്പിലേക്ക് പോലും വിഷലിപ്തമായ രീതിയിലുള്ള പ്രചരണങ്ങൾ അഴിച്ചുവിട്ടത് വഖഫിന്റെ പേരിലാണ്. ഇനി നിങ്ങൾ പരിശോധിച്ചു നോക്കുക, ജിഹാദിന്റെ വ്യത്യസ്തങ്ങളായ വേർഷനുകളാണ് അടിച്ചിറക്കിയത്. ലവ് ജിഹാദിനെ കുറിച്ച് പറയേണ്ടതില്ല. സോളിഡാരിറ്റി തന്നെ വിവിധ സന്ദർഭങ്ങളിൽ വിവിധ വേദികളിൽ അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. വേറെയും ഒരുപാട് ജിഹാദികളെ പുതുതായിട്ട് അവർ സൃഷ്ടിക്കുകയുണ്ടായി. ചിരി ജിഹാദ്, ഭക്ഷണ ജിഹാദ്, വസ്ത്ര ജിഹാദ്, ജോബ് ജിഹാദ്. സംഘപരിവാറിന്റെ ലബോറട്ടറികളിൽ നിന്ന് പടച്ചുവിടുന്ന അങ്ങേയറ്റം വിഷലിപ്തമായ സ്വഭാവത്തിലുള്ള പ്രചരണങ്ങൾ ഈ രാജ്യത്തിന്റെ നാനാഭാഗങ്ങളിൽ സുക്കർബർഗുമായിട്ടുള്ള അവിഹിത വേഴ്ചയിലൂടെ പ്രചരിപ്പിച്ചു കൊണ്ടുവിടുമ്പോൾ നമ്മുടെ നാട്ടിലെ സാധാരണക്കാരനായ മനുഷ്യനെ പോലും വിഷത്തിന്റെ അംശങ്ങൾ ഏൽപ്പിക്കാൻ മാത്രം കരുത്തുള്ള സ്വഭാവത്തിലുള്ള പ്രചരണങ്ങളാണ് യഥാർത്ഥത്തിൽ സംഘപരിവാർ ഇപ്പോഴും നടത്തിക്കൊണ്ടിരിക്കുന്നത്. നിലമ്പൂരിൽ മത്സരം നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരു ഭാഗത്ത് CPM-ഉം മറുഭാഗത്ത് ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയമായ സംവാദത്തിന്റെ ദ്വന്ദ്വം യഥാർത്ഥത്തിൽ രൂപപ്പെടുന്നത് പോലും ആ പറയുന്ന മനോഭാവത്തിൽ നിന്നാണ്. കാരണം ജമാഅത്തെ ഇസ്ലാമി എല്ലാവരുടെ പ്രശ്നം
സോളിഡാരിറ്റി അല്ല അവരുടെ പ്രശ്നം. ജമാഅത്തെ ഇസ്ലാമിയും സോളിഡാരിറ്റിയും RSSും BJPയുമായിട്ടുള്ള വരാനിരിക്കുന്ന അവിഹിത വീഴ്ചകൾക്ക് കളമൊരുക്കുവാനുള്ള ടൂളുകൾ മാത്രമാണ്. അതിനുവേണ്ടി അവർക്കൊരു വിപ്പിംഗ് ബോയ് ആവശ്യമുണ്ട്. അത് ജമാഅത്തെ ഇസ്ലാമിയാണ് എന്നവർക്കറിയാം. കാരണം ഈ പ്രസ്ഥാനത്തിനെല്ലാം ഉണ്ട്. ഇതൊരു സമഗ്രമായ ഇസ്ലാമിന്റെ സമഗ്രതയെ പ്രതിനിധീകരിക്കുന്ന പ്രസ്ഥാനമാണ്. ഈ പ്രസ്ഥാനം ഇസ്ലാമിന്റെ സാമൂഹികതയെ പ്രതിനിധീകരിക്കുന്ന പ്രസ്ഥാനമാണ്. ഈ പ്രസ്ഥാനം ഇസ്ലാമിന്റെ ആത്മീയതയെ പ്രതിനിധീകരിക്കുന്ന പ്രസ്ഥാനമാണ്. ഈ പ്രസ്ഥാനം ഇസ്ലാമിന്റെ വികാസക്ഷമതയെ സമൂഹത്തിൽ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന പ്രസ്ഥാനമാണ്. അതുകൊണ്ട് തന്നെ ജമാഅത്തെ ഇസ്ലാമിയെ പ്രതിക്കൂട്ടിൽ നിർത്തുക എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ സംഘ് പരിവാറിന്റെ താല്പര്യങ്ങൾക്കനുസരിച്ചുകൊണ്ട് ഇവിടെ ഇടതുപക്ഷത്തിന് ഏറ്റവും ലാഭമുള്ള കച്ചവടം. അത് ഈ നിലമ്പൂരിന്റെ ഇലക്ഷനിൽ മാത്രമല്ല, ഇതിനു മുമ്പും അങ്ങനെ തന്നെയാണ്. ജമാഅത്തെ ഇസ്ലാമിയും ഇടതുപക്ഷവും പഞ്ചായത്ത് ഇലക്ഷനിൽ മുതൽ അതുപോലെ തന്നെ നമ്മുടെ നിയമസഭാ ഇലക്ഷനുകളിലും പാർലമെന്റ് ഇലക്ഷനുകളിലുമെല്ലാം പരസ്പര ധാരണയോടുകൂടി പല ഇലക്ഷൻ ഘട്ടങ്ങളും കഴിഞ്ഞു പോയിട്ടുണ്ടെങ്കിലും ഇന്ന് ജമാഅത്തെ ഇസ്ലാമി പുതുതായി ഒരു ഭീകരവാദത്തിന്റെയും മതരാഷ്ട്രവാദത്തിന്റെയും ചാപ്പകുത്തപ്പെടുന്നതിന്റെ പിന്നിലുള്ള കെമിസ്ട്രി ഇതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതിനെക്കുറിച്ച് നമുക്ക് ഭയമില്ല കൂട്ടരെ. ജമാഅത്തെ ഇസ്ലാമി ആർജവത്തോടുകൂടി പറയുന്നു, ഇന്ത്യയിലെ ഇസ്ലാമിക പ്രസ്ഥാനത്തിന് ഉറപ്പുണ്ട്. ഈ ആദർശത്തെ ലാ ഇലാഹ ഇല്ലല്ലാ എന്ന കലിമത്തു തൗഹീദ് പ്രവാചകന്മാർ പ്രതിനിധീകരിച്ച തനിമയുള്ള ലാ ഇലാഹ ഇല്ലല്ലാ എന്ന തൗഹീദിനെ മുറുകെ പിടിച്ചുകൊണ്ട് ഏത് മണ്ണിൽ പ്രവർത്തിച്ചാലും ഇത് തന്നെയാണ് യഥാർത്ഥത്തിൽ സംഭവിക്കുക. കാരണം ഈ ആദർശത്തിന്റെ സവിശേഷത ഇതാണ്. ഇതിനെ പ്രബോധനം ചെയ്തവ പ്രവാചകന്മാരുടെ പാരമ്പര്യം ഇതാണ്. ചരിത്രത്തിലെ പ്രവാചകന്മാർ അവരുടെ മറുപക്ഷമായി നിലകൊണ്ടത് മുഴുവനും പൗരോഹിത്യത്തിന്റെ മതങ്ങളായിരുന്നു, രാഷ്ട്രീയക്കാരന്റെ മതങ്ങളായിരുന്നു. യാ ഖൗമി അബ്ദുല്ലാഹ് മാ ലക്കും മിൻ ഇലാഹിൻ ഗൈറുഹു, അല്ലയോ സമൂഹമേ, നിങ്ങൾക്ക് പടച്ച തമ്പുരാനല്ലാതെ ഒരു ഇലാഹില്ല തന്നെ. അതുകൊണ്ട് ആ പടച്ച തമ്പുരാനെ സൂക്ഷിച്ചുകൊണ്ട് അവനനുസരിച്ചുകൊണ്ട് നിങ്ങൾ ജീവിക്കുക. ആ റബ്ബിനെയാണ് നിങ്ങൾ ഇബാദത്ത് ചെയ്യേണ്ടത്. ഇതായിരുന്നു സകല പ്രവാചകന്മാരും പ്രബോധനം ചെയ്തതെങ്കിൽ ആ പ്രവാചകന്മാർ മനുഷ്യ സമൂഹത്തോട് പ്രബോധനം ചെയ്ത ആ ആദർശത്തോടൊപ്പം ആ കാലഘട്ടത്തിന്റെ സാമൂഹികമായ ഉള്ളടക്കങ്ങളിൽ വന്നിരുന്ന സകലമാന ജീർണതകളോടും അവർ സമരം ചെയ്തിട്ടുണ്ട്. ഇസ്രായേൽ സന്തതികളെ തൊട്ടുപോകരുത്, നീ അവരെ എന്റെ കൂടെ വിട്ടുതരിക. അടിച്ചമർത്തപ്പെട്ട കീഴാള ജീവിതത്തിന് വിധേയമാക്കപ്പെട്ട അടിമകളുടെ ജീവിതത്തിനേക്കാൾ ദുസ്സഹമായ ജീവിതം നയിച്ച ഇസ്രായേൽ സന്തതികൾക്ക് വേണ്ടി എണീറ്റ് നിന്ന മഹാനായ പ്രവാചകൻ മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാം ആ പാരമ്പര്യത്തിന്റെ വക്താവായിരുന്നു. അതുകൊണ്ട് തന്നെ കൂട്ടരെ, പ്രവാചകന്മാരുടെ വിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തുന്ന പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പാരമ്പര്യം. അതേ കൂട്ടരെ, വിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹുവിന്റെ പ്രവാചകനോട് അള്ളാഹു ആജ്ഞാപിച്ചതും ഈ ഒരു ദൈവീകമായ മതത്തെ പ്രതിനിധീകരിക്കുക എന്നുള്ളതായിരുന്നു. കിതാബുൻ അൻസൽനാഹു ഇലൈക ലിതുഖ്രിജന്നാസ മിനൽ ളുലുമാതി ഇലന്നൂർ. ഈ വിശുദ്ധ വേദഗ്രന്ഥം താങ്കൾക്ക് നൽകിയിട്ടുള്ളത് മനുഷ്യരെ വരിഞ്ഞു മുറുക്കിയ അന്ധകാരത്തിന്റെ കെട്ടുകൾ അഴിച്ചു മാറ്റിക്കൊണ്ട് സർവേശ്വരനായ ജഗതീശ്വരനായ ദൈവം തമ്പുരാന്റെ പ്രകാശത്തിലേക്ക് മനുഷ്യ സമൂഹത്തെ കൊണ്ടുവരിക എന്നതാണ് പ്രവാചകരെ താങ്കളുടെ ദൗത്യം. അതേ കൂട്ടരെ, ജമാഅത്തെ ഇസ്ലാമി പ്രതിനിധീകരിക്കുന്നത് ആ പ്രവാചക പാരമ്പര്യങ്ങളെയാണ്. ജമാഅത്തെ ഇസ്ലാമിക്ക് പറയുവാനുള്ളതും അത് തന്നെയാണ്.
നിങ്ങൾ യഥാർത്ഥത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന കൂട്ടുകച്ചവടങ്ങളുണ്ടല്ലോ, കേരളത്തിന്റെ മതക്കാരനും രാഷ്ട്രീയക്കാരനും നടത്തിക്കൊണ്ടിരിക്കുന്ന കൂട്ടുകച്ചവടങ്ങൾ, ആ കൂട്ടുകച്ചവടത്തിലെ ദല്ലാൽ പണിയെടുക്കാൻ ജമാഅത്തെ ഇസ്ലാമിയെ നിങ്ങൾ കാണുകയില്ല. നിങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ആ കൂട്ടുകച്ചവടത്തിന്റെ ഭാഗമാണ് ഇസ്ലാമിന്റെ അടിസ്ഥാനപരമായ ആശയങ്ങൾക്കെതിരെ പോലും സംസാരിക്കാൻ നിങ്ങളുടെ മതക്കാരനെ, നിങ്ങളുടെ പൗരോഹിത്യത്തെ യഥാർത്ഥത്തിൽ ധൈര്യപ്പെടുത്തുന്നത്. കാരണം എണീറ്റ് നിൽക്കാൻ പോലും കഴിയാത്ത വണ്ണം മടിയിൽ കനമുള്ളവരുടെ സംഘമാണ് നിങ്ങളുടെ സംഘമെങ്കിൽ ഇസ്ലാമിക പ്രസ്ഥാനം പറയുന്നു, ഞങ്ങൾക്ക് പടച്ചതമ്പുരാനോടല്ലാതെ മറ്റാരോടും വിധേയത്വമില്ല, ഞങ്ങൾക്ക് ഒരു രാഷ്ട്രീയ തമ്പുരാക്കളോടും ഞങ്ങൾക്ക് വിധേയമില്ല. ഇന്നൽ അർള ലില്ലാഹ് യൂരിസുഹാ മയശാഉ മിൻ ഇബാദ് വല്ലാഖിബത്തു ലിൽ മുത്തഖീൻ. അതെ, ആ പടച്ചതമ്പുരാൻ, ആ അല്ലാഹുവിനെയാണ് ഞങ്ങൾ ഇബാദത്ത് ചെയ്യുന്നത്. അല്ലാഹുവിൻ്റെതാണ് ഭൂമി. ആ ഭൂമിയിൽ അവന്റെ അധികാരങ്ങളും അവന്റെ നിയമങ്ങളും തന്നെയാണ് നടപ്പിലാക്കപ്പെടുന്നത്. അതുകൊണ്ട് മതരാഷ്ട്രവാദത്തെ കുറിച്ച് പറഞ്ഞ് പേടിപ്പിച്ചാൽ ജമാഅത്തെ ഇസ്ലാമി പിരിച്ചുവിടുമെന്നാണ് നിങ്ങൾ വിചാരിക്കുന്നതെങ്കിൽ അതൊരു വ്യാമോഹമാണ് കൂട്ടരെ. ഈ പ്രസ്ഥാനം ഉടലെടുത്ത 1-ാം തീയതി മുതൽ നിങ്ങൾ മതരാഷ്ട്രവാദത്തെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങ് യൂറോപ്പിലെ പുരോഹിതന്മാർ നടത്തിയിരുന്ന ഭരണമുണ്ടായിരുന്നുവല്ലോ, അതിന് ലോകം വെറുപ്പോടെ വിളിച്ച പേരായിരുന്നു മതരാഷ്ട്രവാദം എന്നെങ്കിൽ ആ മതരാഷ്ട്രവാദത്തിന്റെ ലേബൽ ഈ പ്രസ്ഥാനത്തിന് ചേരുകയില്ല. ഈ പ്രസ്ഥാനം യഥാർത്ഥത്തിൽ പ്രതിനിധീകരിക്കുന്നത് ദീനിന്റെ ഇഖാമത്തിനെയാണ്. എന്താണ് ആ ഇഖാമത്ത് എന്നറിയുമോ? മനുഷ്യ ജീവിതത്തിന് ദൈവം തമ്പുരാൻ നൽകിയിരിക്കുന്ന ജീവിതത്തിന്റെ സുഭിക്ഷതകളെ കുറിച്ച്, സൗകര്യങ്ങളെ കുറിച്ച്, അവകാശങ്ങളെ കുറിച്ച്, നീതിയെ കുറിച്ച്, ധർമ്മത്തെ കുറിച്ച്, മോക്ഷത്തെ കുറിച്ച്, ക്ഷേമത്തെ കുറിച്ച്, അതിനെക്കുറിച്ച് പ്രതിനിധീകരിക്കുന്ന ദീനിന്റെ ഇഖാമത്തിന്റെ മാർഗത്തിൽ നിലകൊള്ളുന്ന ഈ പ്രസ്ഥാനത്തെ നിങ്ങൾ ഉടുക്കുകാട്ടി പേടിപ്പിക്കരുത് എന്നാണ് സാന്ദർഭികമായി നമുക്ക് പറയുവാനുള്ളത്. യഥാർത്ഥത്തിൽ വംശഹത്യയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു ടൂൾ എന്ന നിലയ്ക്ക് തന്നെയാണ് ജമാഅത്തെ ഇസ്ലാമി കേരള മണ്ഡലത്തിൽ ഈ കോലത്തിൽ ചർച്ച ചെയ്യപ്പെടുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് വംശഹത്യ എന്ന് പറയുന്നത് ഇന്ന് നമ്മുടെ സാമൂഹിക മണ്ഡലത്തിൽ അത് പ്രയോഗിച്ചു കൊണ്ടിരിക്കുന്നത് പല രൂപങ്ങളിലാണ്. അതിൽ ജൗജിഹാദിന്റെ രൂപങ്ങളുണ്ട്, അതിന്റെ വ്യത്യസ്തങ്ങളായ ആവിഷ്കാരങ്ങളുണ്ട്. രാഷ്ട്രീയമായ, നിയമപരമായ, വിദ്യാഭ്യാസപരമായ തന്ത്രങ്ങളിലൂടെ ഡീപ് സ്റ്റേറ്റിനെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഈ സമൂഹത്തെ ഒന്നിനും കൊള്ളാത്ത സമൂഹമാണ്, ഇവർ തെരുവിൽ പോലും ജീവിക്കാൻ അർഹതയില്ലാത്തവരാണ് എന്ന് വരുത്തി തീർത്തുകൊണ്ട് തീർച്ചയായും അങ്ങനെ ഈ സമൂഹത്തെ ഇവിടെ നിന്ന് ഉന്മൂലനം വരുത്തി ഇല്ലാതാക്കണമെന്നുള്ള സംഘപരിവാറിന്റെ അജണ്ടകളാണ് യഥാർത്ഥത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ആ വംശഹത്യാ പദ്ധതികളോട് യഥാർത്ഥത്തിൽ ഇസ്ലാമിക പ്രസ്ഥാനത്തിനും സോളിഡാരിറ്റി യൂത്ത് മൂവ്മെന്റിനും യഥാർത്ഥത്തിൽ പറയുവാനുള്ളത്, ഈ വംശഹത്യാ പദ്ധതികളുണ്ടല്ലോ, ആ പദ്ധതികളെ തിരിച്ചറിഞ്ഞുകൊണ്ടുള്ള ഒരു പ്രതിരോധത്തിന്റെ മാർഗത്തിലാണ് യഥാർത്ഥത്തിൽ സോളിഡാരിറ്റി ഉള്ളത്. നിങ്ങൾ ആലോചിച്ചു നോക്കുക, യഥാർത്ഥത്തിൽ സോളിഡാരിറ്റി ഇത്രയും കാലം ഈ സമൂഹത്തിൽ നിർവഹിച്ചു കൊണ്ടിരുന്ന നിരവധി പ്രവർത്തനങ്ങളുണ്ട്. അതിലേറ്റവും സുപ്രധാനമായത് സംഘപരിവാറിനെ തുറന്നുകാട്ടുക എന്നുള്ളതായിരുന്നു. ഇന്ത്യയിലെ തടവറകളിൽ ആയിരക്കണക്കിന് മനുഷ്യന്മാർ, നിരപരാധികളായ മനുഷ്യന്മാർ ഇന്ത്യയുടെ തടവറകളിലുണ്ട്. എന്താണ് അവർ ചെയ്ത തെറ്റുകൾ? അവർ എന്ത് ചെയ്തു എന്ന് പോലും അവർക്കറിയില്ല. നേരം വെളുത്ത് പല്ല് തേക്കാനിരിക്കുമ്പോൾ കൊണ്ടുപോയി 10-20 വർഷം തടവറകളിൽ അകപ്പെട്ടു പോയിട്ട് അവസാനം കോടതി പറയുകയാണ് ഇയാൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന്. ജീവിതത്തിന്റെ 20-30 വർഷം ഇന്ത്യയിലെ തടവറകളിൽ ഹോമിക്കപ്പെടുന്ന ഒരു മാധ്യമങ്ങളുടെ മുമ്പിലും യഥാർത്ഥത്തിൽ വാർത്തയാകാത്ത ആയിരക്കണക്കിന് ചെറുപ്പക്കാർ, ഈ സമുദായത്തിൻ്റെതായ ചെറുപ്പക്കാർ, ആ ചെറുപ്പക്കാരെ സമൂഹത്തിന്റെ മുമ്പിൽ സോഷ്യൽ ഓഡിറ്റിങ്ങിന്, ഈ ഭരണകൂട സംവിധാനങ്ങളെ കുറിച്ചുള്ള സോഷ്യൽ ഓഡിറ്റിങ്ങിന് വിധേയമാക്കപ്പെടുത്തിക്കൊണ്ട് സോളിഡാരിറ്റിയാണ് എണീറ്റ് നിന്നത്. അതുകൊണ്ട് തന്നെ ഈ രാജ്യനിവാസികളോട്, മുസ്ലിമീങ്ങളും അല്ലാത്തവരുമായ മുഴുവൻ മനുഷ്യരോടും മതേതരത്വത്തിലും ജനാധിപത്യത്തിലും രാജ്യത്തിന്റെ നന്മയിലും വിശ്വസിക്കുന്നവരോടൊപ്പം സോളിഡാരിറ്റി മുന്നേറാൻ ആഗ്രഹിക്കുന്നു. നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കേണ്ടതുണ്ട്.
ഈ രാജ്യത്ത് സംഘപരിവാർ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ വംശഹത്യയുടെ ഭീകരമായ അധ്യായങ്ങളിലേക്ക് രാജ്യം കടന്നു വരുന്നതിനു മുമ്പ് ഉണർന്നെണീക്കണമെന്നാണ് ഇന്ത്യയിലെ യുവാക്കളോട് സോളിഡാരിറ്റിക്ക് ആഹ്വാനം ചെയ്യുവാനുള്ളത്. തീർച്ചയായും അത് തന്നെയാണ് നമ്മുടെ മുമ്പിലുള്ള മാർഗം. കാരണം ചരിത്രത്തിൽ കഴിഞ്ഞുപോയ പ്രവാചകന്മാരുടെ ചരിത്രങ്ങൾ മുഴുവനും എടുത്ത് നിങ്ങൾ പരിശോധിച്ചു നോക്കുക. ജനാധിപത്യപരമായ തീർച്ചയായും ആ കാലഘട്ടങ്ങളിലെ നിയമങ്ങളും സംവിധാനങ്ങളും സഹിഷ്ണുതകളും ഉൾക്കൊണ്ടുകൊണ്ടുള്ള പോരാട്ടങ്ങളാണ് പ്രവാചകന്മാർ ഓരോ കാലഘട്ടങ്ങളിലും നിർവഹിച്ചത്. അതുകൊണ്ട് ഈ കാലഘട്ടത്തിൽ തീർച്ചയായും സമൂഹത്തിന്റെ മുമ്പിൽ ഈ വംശഹത്യയുടെ വ്യത്യസ്തങ്ങളായ പ്രവർത്തനങ്ങളെ തുറന്നു കാട്ടിക്കൊണ്ട് തന്നെയാണ് സോളിഡാരിറ്റി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ആ മുന്നോട്ട് പോകുന്ന സന്ദർഭത്തിൽ എനിക്ക് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട്, എന്നെ കേൾക്കുന്നവരോട് എനിക്ക് പറയുവാനുള്ളത്, ആ മുന്നേറ്റത്തിൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായ തിരിച്ചറിവിൽ നിന്നുണ്ടാകേണ്ട കാര്യം, നമ്മൾ മരുഭൂമിയിലെ വരയാടുകളായതുകൊണ്ട് ഒരു കാര്യവുമില്ല. തനിക്കു ചുറ്റുമുള്ള ആരൊക്കെയോ കൊണ്ടുപോയി, എന്നിട്ടും അന്തരീക്ഷം ശാന്തമാണെന്ന് വിശ്വസിക്കാൻ മെനക്കെട്ടുകൊണ്ടിരിക്കുന്ന മതപണ്ഡിതന്മാരും മതസംഘടനകളോടും സോളിഡാരിറ്റിക്ക് പറയുവാൻ ഇസ്ലാമിക പ്രസ്ഥാനത്തിന് പറയുവാനുള്ളത്, നിങ്ങൾ മരുഭൂമിയിലെ വരയാടുകളായി തീരരുത്. ചെന്നായ പിടിക്കാൻ വരുമ്പോൾ മണലിൽ തല പൂഴ്ത്തിയിട്ടിട്ട് കൂട്ടത്തിലുള്ളതിനെ മുഴുവനും കൊണ്ടുപോയിട്ട് അവസാനം ഖേദിക്കേണ്ടി വരുന്ന ഗതികേടിലേക്ക് ഈ സമുദായത്തെ നിങ്ങൾ കൊണ്ടുപോകരുത് എന്നാണ് യഥാർത്ഥത്തിൽ നമുക്ക് പറയുവാനുള്ളത്. അതാണ് ഈ രാജ്യത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ രാജ്യത്ത് തീവ്രവാദത്തെക്കുറിച്ച് പറയുമ്പോൾ, അതുപോലെയുള്ള ഭീകരവാദത്തെക്കുറിച്ച് പറയുമ്പോൾ, എന്തിനേറെ ലോകതലത്തിൽ തന്നെ നടന്നുകൊണ്ടിരിക്കുന്ന ഫലസ്തീനുമായി ബന്ധപ്പെട്ടുകൊണ്ട്, ഗസയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിഷയങ്ങളിൽ പോലും ഈ രാജ്യത്തെ പല മതസംഘടനകളും ആ മതസംഘടനകൾക്കകത്ത് യഥാർത്ഥത്തിൽ ഈ പറയപ്പെടുന്ന ഇസ്രയേലിന്റെയും അതുപോലെ തന്നെ സയനിസ്റ്റുകളുടെയും ഒത്താശ ചെയ്തു കൊടുത്തുകൊണ്ടിരിക്കുന്ന പല സുല്ലമിമാരും അതുപോലെ തന്നെ പല സലഫികളും യഥാർത്ഥത്തിൽ ഇവിടെ സംസാരിക്കാൻ അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്, ഞങ്ങൾ ആ കൂട്ടത്തിൽ ഇല്ല കേട്ടോ, ഞങ്ങൾ വളരെ പച്ചക്കറികളാണ്, ഞങ്ങൾ വെജിറ്റബിൾ ഇസ്ലാമിൻ്റെ ആളുകളാണ്, ഞങ്ങൾ ശാന്തരാണ് എന്നുള്ളതാണ് നിന്യമായ അന്തസ് കെട്ട നിലപാടുകളിലേക്കാണ് അവർ സമുദായത്തെ കൊണ്ടുപോകുന്നത്. എന്നാൽ ഇസ്ലാമിക പ്രസ്ഥാനത്തിന് പറയുവാനുള്ളത് ശക്തമായ നിലപാടാണ്. ഫലസ്തീനിലെ ഗസയിൽ ഇസ്രയേൽ നടത്തിക്കൊണ്ടിരിക്കുന്ന പതിറ്റാണ്ടുകളായിട്ടുള്ള അധിനിവേശമുണ്ടല്ലോ, പതിറ്റാണ്ടുകളായിട്ടുള്ള ആ വംശഹത്യയുണ്ടല്ലോ, അതൊരു നിലക്കും നീതീകരിക്കാൻ സാധ്യമല്ല. അതിനെ സാമൂഹികമായ തലത്തിലാണെങ്കിലും മതപരമായ തലത്തിലാണെങ്കിലും അതിനോടൊപ്പം നിൽക്കാൻ ഞങ്ങളെ കിട്ടുകയില്ല എന്നുള്ളതാണ്. ആ നിലപാടിൽ മാറ്റമില്ല. കേരളത്തിലെ ഇന്ത്യയിലെ ആണത്തമുള്ള ആർജവമുള്ള എല്ലാവരും അതുതന്നെയാണ്, ആ നിലപാട് തന്നെയാണ് ദത്തൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ജമാഅത്തെ ഇസ്ലാമിക്ക് സോളിഡാരിറ്റിക്ക് പറയുവാനുള്ളത്, ഈ തിരിച്ചറിവ് നമുക്കുണ്ടാകേണ്ടതുണ്ട്. യഥാർത്ഥത്തിൽ വംശഹത്യയുടെ ചെന്നായ്ക്കൾ നിങ്ങളെ മാത്രം മാറ്റി നിർത്തുമെന്ന് നിങ്ങൾ വിചാരിക്കേണ്ടതില്ല. വത്തഖൂ ഫിത്നതൻ ലാ തുസീബന്നല്ലദീന ളലമൂ മിൻകും ഖാസ്സ വഅലമൂ അന്നല്ലാഹ ശദീദുൽ ഇഖാബ്. അതെ, നിങ്ങളിൽ തെറ്റ് ചെയ്യാത്തവരെ കൂടി പിടികൂടുന്ന പടച്ച തമ്പുരാന്റെ ശിക്ഷയെക്കുറിച്ച് നിങ്ങൾ ഭയപ്പെട്ടുകൊള്ളുക. സമൂഹത്തിലേക്ക് എരിച്ചിറങ്ങിക്കൊണ്ടിരിക്കുന്ന വംശഹത്യയുടെ കരാള ഹസ്തങ്ങൾ, അതിൻ്റെ മുമ്പിൽ യഥാർത്ഥത്തിൽ നിർജീവമായി നിലകൊള്ളുന്ന യുവത്വമേ, നിർജീവമായി നിലകൊള്ളുന്ന സമുദായമേ, നിങ്ങളെ കൂടി പിടികൂടാൻ തന്നെയാണ് യഥാർത്ഥത്തിൽ വംശഹത്യയുടെ ചെന്നായ്ക്കൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് നിങ്ങൾ തിരിച്ചറിയേണ്ടതുണ്ട്, മനസ്സിലാക്കേണ്ടതുണ്ട്. ആ ബോധത്തിൽ നിന്നുകൊണ്ട് യഥാർത്ഥത്തിൽ ഈ രാജ്യത്ത് നടക്കേണ്ടത്, ഈ സമൂഹത്തിൽ നടക്കേണ്ടത് തീർച്ചയായും ആദർശത്തിന്റെ മാർഗത്തിൽ എണീറ്റ് നിന്നുകൊണ്ട് മുന്നോട്ട് പോവുക എന്നുള്ളതാണ്. ആദർശപരമായ കരുത്തുമായി മുന്നോട്ട് പോവുക എന്നുള്ളതാണ് ഈ രാജ്യത്തെ മുസ്ലിം സഹോദരന്മാരോട് പ്രത്യേകമായിട്ട് നമുക്ക് പറയുവാനുള്ളത്, മുസ്ലിം കുടുംബങ്ങളോട് പറയുവാനുള്ളത് തന്നെയാണ്. ഈ രാജ്യം ആരുടെയും തറവാട് സ്വത്തല്ല. ഈ രാജ്യത്തെ വൈദേശിക ശക്തികളോട് പോരാടിക്കൊണ്ട് ഈ മണ്ണിനെ വീണ്ടെടുക്കാൻ വേണ്ടി ജീവൻ നൽകിയ, ഈ മണ്ണിന് വേണ്ടി സമ്പത്ത് നൽകിയ, നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ ഈ മണ്ണിന് വേണ്ടി പോരാടി ഷഹാദത്ത് വരിച്ച ഒരുപാട് മഹത്തുക്കളായ മനുഷ്യന്മാരുടെ, സൈനുദ്ദീൻ മഖ്ദൂമിന്റെ, മമ്പുറം തങ്ങന്മാരുടെ, കുഞ്ഞാലി മരക്കാർമാരുടെ, ഇത്തരത്തിലുള്ള ഒരുപാട് മഹത്തുക്കളുടെ പാരമ്പര്യത്തിൽ നിന്നുകൊണ്ട്
ഈ രാജ്യത്തിനു വേണ്ടി എണീറ്റ് നിൽക്കുമ്പോൾ നിങ്ങളെ രാജ്യസ്നേഹം പഠിപ്പിക്കേണ്ടതില്ല എന്നാണ് യഥാർത്ഥത്തിൽ നമുക്ക് പറയുവാനുള്ളത്. നിങ്ങൾ മണ്ണിനെ കുറിച്ചുള്ള സ്നേഹം പഠിപ്പിക്കേണ്ടതില്ല. മണ്ണിനെ കുറിച്ചും ഈ മണ്ണിനെ കുറിച്ചും ഇവിടുത്തെ ജനതയെക്കുറിച്ചും ഞങ്ങൾക്ക് പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഒരു നാടിനോടുള്ള ബന്ധം എന്താണെന്നും സ്വന്തം മണ്ണിനോടുള്ള ബന്ധം എന്താണെന്നും ഈ രാജ്യത്ത് ഈ സമൂഹത്തോട് മനുഷ്യരോട് പുലർത്തേണ്ട നിലപാടെന്താണെന്നും അവിടുത്തെ ജീവിതത്തിലൂടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ചു തന്നിട്ടുണ്ട്. ആ ആദർശത്തിന്റെ അടിത്തറയിൽ നിന്നുകൊണ്ടാണ് യഥാർത്ഥത്തിൽ സോളിഡാരിറ്റി പറയുന്നത്. ആ ധാർമ്മികമായ ബലത്തിൽ നിന്നുകൊണ്ട് അല്ലാഹുവിൽ തവക്കുൽ ചെയ്തുകൊണ്ട് പ്രതീക്ഷാപൂർവം ഈ വംശഹത്യയുടെ സകലമാന കരാളഹസ്തങ്ങളെയും പ്രതിരോധിക്കുവാനുള്ള മനസ്സാണ് യഥാർത്ഥത്തിൽ നമ്മൾ രൂപപ്പെടുത്തേണ്ടത്. പ്രിയമുള്ളവരെ, നിങ്ങൾ ആലോചിച്ചു നോക്കുക. നമ്മുടെ സമൂഹങ്ങൾക്കകത്ത് നിരാശയുടെയും ദൗർബല്യത്തിൻ്റെയും വർത്തമാനങ്ങളാണ് പലപ്പോഴും കേട്ടുകൊണ്ടിരിക്കുന്നത്. എവിടേക്കാണ് നിങ്ങൾ ഓടിപ്പോകുന്നത്? എവിടേക്കാണ് നിങ്ങൾ ഓടിപ്പോകുന്നത്? ഇത് അല്ലാഹുവിൻ്റെ ഭൂമിയാണ്. പരീക്ഷണങ്ങൾ വിട്ടുമാറിയ ഭൂമി ഈ ദുനിയാവിൽ എവിടെയാണ് നിങ്ങൾക്കുള്ളത്? ഇല്ല കൂട്ടരെ, ഒരിക്കലും സാധ്യമല്ല. അതുകൊണ്ട് അന്തസ്സോടുകൂടി ആർജവത്തോടുകൂടി ഈ രാജ്യത്തിന്റെ നന്മക്ക് വേണ്ടി ഈ വംശഹത്യകൾക്കെതിരെ അല്ലാഹുവിൽ തവക്കുൽ ചെയ്തുകൊണ്ട് പടച്ചതമ്പുരാനിൽ ഭരമേൽപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ സോളിഡാരിറ്റിക്ക് പറയുവാനുള്ളത്. അതാണ് നമ്മുടെ കരുത്ത്. അതായിരുന്നു നമ്മുടെ തലമുറകളുടെ കരുത്ത്. അതായിരുന്നു നമ്മുടെ മുൻഗാമികളുടെ കരുത്ത്. അതായിരുന്നു പിതാമഹൻ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ കരുത്ത്. മരുഭൂമിയുടെ വിജനതകളിൽ, മരുഭൂമിയുടെ ക്രൗര്യങ്ങളിൽ, മരുഭൂമിയുടെ ദ്രംഷ്ടകളിൽ, അധികാരത്തിൻ്റെയും പുരോഹിതന്മാരുടെയും വേട്ടയാടുകളിൽ എല്ലായിടങ്ങളിലും ഹസ്ബി അല്ലാഹു വ നിഅമൽ വക്കീൽ, അതേ ഭരമേൽപ്പിക്കാൻ സർവേശ്വരനായ ജഗദീശ്വരനായ ആ റബ്ബുണ്ട്. ആ റബ്ബിലാണ് ഞാൻ ഭരമേൽപ്പിക്കുന്നത്. അതുകൊണ്ടാണ് പഠിപ്പിച്ചത് വജാഹിദൂ ഫില്ലാഹി ഹഖ ജിഹാദിഹി ഹുവജ്തബാകും വമാ ജഅല അലൈക്കും ഫിദ്ദീനി മിൻ ഹറജ് മില്ലത അബീകും ഇബ്രാഹിം ഹുവ സമ്മാകുമുൽ മുസ്ലിമീന മിൻ ഖബ്ലു വഫീ ഹാദാ ലിയകൂന റസൂലു ഷഹീദൻ അലൈക്കും വതകൂനു ശുഹദാ അലന്നാസ്. അതേ, ഇബ്രാഹിം പിതാവിന്റെ മാർഗത്തിൽ നിന്നുകൊണ്ട് ആ പ്രവാചകൻ മനുഷ്യ സമൂഹത്തിന്റെ മുമ്പിൽ എണീറ്റ് നിന്നതുപോലെ ആ പ്രവാചകന്റെ ദൈവഭക്തിയുടെ, ആ പ്രവാചകൻ ഉയർത്തിപ്പിടിച്ച തൗഹീദിന്റെ, ആ പ്രവാചകനിലുണ്ടായിരുന്ന വിശ്വാസത്തിന്റെ കരുത്തിന്റെ, ആ പ്രവാചകനിലുണ്ടായിരുന്ന അല്ലാഹുവിലുള്ള പരമേൽപ്പിക്കലും പ്രതീക്ഷയുടെയും വഴിയിൽ നിങ്ങൾ എണീറ്റ് നിൽക്കുക. എന്നിട്ട് ഈ കാലഘട്ടത്തിൽ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ സുന്നത്തിനെ പിൻപറ്റിക്കൊണ്ട് മനുഷ്യ സമൂഹത്തിലെ ഷാഹിദുകളായി മാറുക. അതെ, അതാണ് കൂട്ടരെ ഈ രാജ്യത്ത് നമുക്ക് നിർവഹിക്കുവാനുള്ളത്. ഈ രാജ്യത്ത് സംഘപരിവാർ നിർവഹിച്ചു കൊണ്ടിരിക്കുന്നത് സാംസ്കാരിക പ്രവർത്തനമാണോ, ജനസേവന പ്രവർത്തനമാണോ, ക്ഷേമ പ്രവർത്തനങ്ങളാണോ? അധികാരത്തിന്റെ മുഴുവൻ സംവിധാനങ്ങളും ഉപയോഗിച്ചുകൊണ്ട് കോടികൾ കട്ടെടുത്തുകൊണ്ടിരിക്കുന്ന, വളരെ തമാശയോടുകൂടി നമ്മുടെ സോഷ്യൽ മീഡിയകളിൽ കറങ്ങിക്കൊണ്ടിരിക്കുന്നത് പോലെ രണ്ടുപേർ വിൽക്കുന്നു, രണ്ടുപേർ വാങ്ങിക്കൊണ്ടിരിക്കുന്നു. ആ അവസ്ഥയിലേക്ക് ഈ രാജ്യത്തെ കൊണ്ടുപോയി നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ഈ മണ്ണിനെ കുറിച്ച്, ഈ മണ്ണിൽ അവകാശങ്ങൾ നിഷേധിക്കപ്പെട്ട, നീതി നിഷേധിക്കപ്പെട്ട മനുഷ്യർക്ക് വേണ്ടി എണീറ്റ് നിൽക്കുക എന്നുള്ളത് നമ്മുടെ ദൗത്യമാണ് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. അതാണ് സോളിഡാരിറ്റി പറയുവാനുള്ളത്. ചരിത്രത്തിലെ മനുഷ്യ സമൂഹം, ചരിത്രത്തിലെ പ്രവാചകന്മാരുടെ സംഘങ്ങൾ, അനുയായികൾ, അവർ എണീറ്റ് നിന്നത് ആ നീതിയുടെ പക്ഷത്തായിരുന്നു. ആ നീതിയുടെ പക്ഷത്താണ് ഈ ഇന്ത്യ മഹാരാജ്യത്ത് ഇന്നും ദാരിദ്ര്യത്തിൻ്റെതായിട്ടുള്ള, പട്ടിണിയുടേതായിട്ടുള്ള കഷ്ടതകളിൽ നിന്ന് വിമുക്തപ്പെടാത്ത, അതിൽ നിന്ന് മാറ്റപ്പെടാത്ത അനേക ലക്ഷം മനുഷ്യരാണ് ഉത്തരേന്ത്യയിലെ തെരുവുകളിലുള്ളത്. പട്ടിണിയോടെ പിടഞ്ഞുകൊണ്ടിരിക്കുന്ന മനുഷ്യന് കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഇസ്ലാമോഫോബിയയുടെ വെറുപ്പുൽപാദിപ്പിക്കുന്ന അത്തരത്തിലുള്ള പ്രചരണങ്ങൾ മാത്രമാണ് എന്നുള്ളതാണ് ഏറെ ദയനീയമായ വസ്തുത. അതുകൊണ്ടാണ് ഇന്ത്യ മഹാരാജ്യത്ത് ഈ കഴിഞ്ഞ ഒരു പതിറ്റാണ്ട് കാലമായി രാജ്യത്തെ പട്ടിണിയെ കുറിച്ചല്ല ചർച്ച, രാജ്യത്തെ സ്ത്രീകൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ജാതീയമായ സ്വഭാവത്തിലുള്ള പ്രശ്നങ്ങളെ കുറിച്ചല്ല ചർച്ച, മുസ്ലിം പെണ്ണുങ്ങളുടെ മുത്തലാഖിനെ കുറിച്ചാണ് ഇവർ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. യഥാർത്ഥത്തിൽ വിദ്യാഭ്യാസത്തിന്റെ അവകാശങ്ങൾ നിഷേധിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഇന്ത്യയിലെ തെരുവോരങ്ങളിലെ പാവപ്പെട്ട മനുഷ്യരുണ്ടല്ലോ, ദലിതുകളും
അതുപോലെ തന്നെ പാർശ്വവൽക്കരിക്കപ്പെട്ടവരുമായ മനുഷ്യർ, അവരെ കുറിച്ചുമല്ല ചർച്ച. ഇവിടെ മുഴുവനും ചർച്ച ഇസ്ലാം വെറുപ്പിന്റെ വർത്തമാനങ്ങളാണ്. ഇസ്ലാം വെറുപ്പിന്റെ വർത്തമാനങ്ങളാണ്. എന്തേ? ഈ വർത്തമാനങ്ങളെ തന്നെയാണ് യഥാർത്ഥത്തിൽ സോളിഡാരിറ്റി ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നത്. ഇത് വങ്കത്തരമാണ്, ഇത് വഞ്ചനയാണ്, ഇത് രാജ്യത്തോടുള്ള നീതിയാണ്, ഇത് മനുഷ്യരോടുള്ള നീതിയാണ്. കാരണം ഞങ്ങൾ നീതിയുടെ വക്താക്കളാണ്. നീതിയുടെ മാർഗത്തിൽ എണീറ്റ് നിന്നുകൊണ്ട് മനുഷ്യ സമൂഹത്തോടുള്ള ഉത്തരവാദിത്തം നിർവഹിക്കുക എന്നുള്ളത് ഞങ്ങളുടെ ബാധ്യതയാണ്. കാരണം അള്ളാഹുവിൻ്റെ ദീനിന്റെ മാർഗത്തിൽ, പടച്ചതമ്പുരാന്റെ ദീനിന്റെ മാർഗത്തിൽ ശുഹദാ ബിൽ ഖിസ്ത്, നീതിയുടെ ധ്വജവാഹകരാകുവാൻ അതാണ് ഞങ്ങളോട് ആവശ്യപ്പെട്ടിട്ടുള്ളത്. ഏതാണ് ആ നീതി എന്നറിയുമോ? മനുഷ്യരിലെ വിശ്വാസിക്കും വിശ്വാസിയല്ലാത്തവർക്കും ഒരുപോലെ അവകാശപ്പെട്ട ദീൻ. ജൂതനായ മനുഷ്യന് വേണ്ടി മുസ്ലിമായ ബഷീർ ഇബ്നു വൈരിക്കിനോട് അവന് വേണ്ടി വിധി പറയാനിരിക്കുമ്പോൾ അള്ളാഹുവിൻ്റെ പ്രവാചകനോട് 12ഓളം ആയത്തുകളോടെ ഇതാ ഈ കള്ളനായ മുസ്ലിമായ ബഷീർ ഇബ്നു വൈരിക്കിന് വേണ്ടി വിധിക്കാൻ, അതിനുവേണ്ടിയല്ല പ്രവാചകരെ താങ്കൾക്ക് ഈ വിശുദ്ധ വചനങ്ങൾ ഇറക്കപ്പെട്ടിട്ടുള്ളത് എന്ന് സാക്ഷ്യപ്പെടുത്തിയ ഖുർആൻ ഉണ്ടല്ലോ. ആ ഖുർആനിന്റെ വാഹകരായി നിന്നുകൊണ്ട് ഇന്ത്യ മഹാരാജ്യത്തിൽ നീതി നിഷേധിക്കപ്പെട്ട, ഈ രാജ്യത്ത് അവകാശങ്ങൾ നിഷേധിക്കപ്പെട്ട, ഈ രാജ്യത്ത് ഇപ്പോഴും ജാതീയതയുടെ പേരിൽ, ഇപ്പോഴും വംശീയതയുടെ പേരിൽ, ഇപ്പോഴും ഭാഷയുടെ പേരിൽ, ഇപ്പോഴും ദേശത്തിന്റെ പേരിൽ പലതരത്തിലുള്ള ഭ്രഷ്ടുകൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന മനുഷ്യർക്ക് വേണ്ടി എണീറ്റ് നിൽക്കുവാൻ അള്ളാഹുവിൻ്റെ പ്രവാചകന്റെ സദസ്സിൽ നിന്ന് രബീഉ ബിൻ ആമിർ പോയി നിന്നുകൊണ്ട് റുസ്തമിന്റെ മുമ്പിൽ പ്രഖ്യാപിച്ച വിമോചനത്തിന്റെ വർത്തമാനമുണ്ടല്ലോ. ആ വർത്തമാനത്തിന്റെ പ്രതിധ്വനിയാണ് സോളിഡാരിറ്റിക്ക് പറയുവാനുള്ളത്. ഞങ്ങൾ വന്നത് എന്തിനാണെന്നറിയുമോ? ഞങ്ങൾ വന്നിട്ടുള്ളത് നിങ്ങളുടെ കീഴിൽ അടിച്ചമർത്തപ്പെട്ട മനുഷ്യരുണ്ടല്ലോ, ആ അടിച്ചമർത്തപ്പെട്ട മനുഷ്യരെ സർവശക്തനായ ദൈവം തമ്പുരാന്റെ മാത്രം അടിമത്തത്തിലേക്ക് കൊണ്ടുപോകാൻ. അതുപോലെ തന്നെ യഥാർത്ഥത്തിൽ നിങ്ങളിവിടെ അനീതിയുടെ ചൂഷണങ്ങളുടെ കീഴിൽ ഞെരിഞ്ഞമർന്നുകൊണ്ടിരിക്കുന്ന മനുഷ്യരുണ്ടല്ലോ, ആ മനുഷ്യരെ ഇലാ ജൗരിൽ അദിയാനി ഇലാ അദ്ലിൽ ഇസ്ലാം, ഇസ്ലാമിൻ്റെ ആ മോക്ഷത്തിലേക്ക്, വിമോചനത്തിലേക്ക്, സമാധാനത്തിലേക്ക് മനുഷ്യരെ കൊണ്ടുപോകാനാണ് ഞങ്ങൾ നിയോഗിക്കപ്പെട്ടത് എന്ന് പ്രവാചകന്റെ പാഠശാലയിൽ നിന്ന് ഈ ആദർശത്തിന്റെ ഉള്ളടക്കം പഠിച്ച രബീഉ ബിൻ ആമിറിന്റെ പ്രഖ്യാപനമുണ്ടല്ലോ. ആ പ്രഖ്യാപനത്തിന്റെ പുതിയ കാലഘട്ടത്തിന്റെ ശബ്ദമാണ് സോളിഡാരിറ്റി. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഈ സംഘത്തിൽ അവസാനത്തെ മനുഷ്യനും മരിച്ചു വീഴുന്നത് വരെ ഈ ആദർശത്തിന്റെ മാർഗത്തിൽ ഞങ്ങൾ ഉണ്ടാവും. നീതിയുടെ കാവലാളുകളായി ഞങ്ങൾ ഉണ്ടാകും. ഈ രാജ്യത്തിന്റെ ജനാധിപത്യപരമായ ഭാവിക്ക് വേണ്ടി, മതേതരത്വത്തിന്റെ ഭാവിക്ക് വേണ്ടി തീർച്ചയായും ഞങ്ങൾ ഉണ്ടാകും. ഞങ്ങൾക്ക് പുരോഹിത മതത്തെ പരിചയമില്ല കൂട്ടരെ, പൗരോഹിത്യത്തിന്റെ മതത്തെ ഞങ്ങൾക്ക് പരിചയമില്ല. ഞങ്ങൾക്ക് പരിചയമുള്ളത് പ്രവാചകന്മാരുടെ മതത്തെയാണ്, മനീഷികളുടെ മതത്തെയാണ്. അതുകൊണ്ട് ആ പ്രവാചകന്മാരുടെയും മനീഷികളുടെയും ചരിത്ര പുരുഷന്മാരുടെയും പാരമ്പര്യത്തിൽ നിന്നുകൊണ്ടാണ് ഞങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതാണ് ഞങ്ങളുടെ ഊർജം എന്ന് പറയുന്നത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, വംശഹത്യയുടെ സകലമാന പ്രവണതകളെയും അതിൻ്റെ സകലമാന ടൂളുകളെയും തിരിച്ചറിഞ്ഞുകൊണ്ട് ആവേശപൂർവം അതിനെ പ്രതിരോധിക്കുവാനുള്ള ആദർശപരമായ കരുത്താണ് യഥാർത്ഥത്തിൽ ഉണ്ടാകേണ്ടത് എന്നാണ് രണ്ടാമതായി എനിക്ക് പറയുവാനുള്ളത്. മൂന്നാമതായിട്ട് എനിക്ക് എന്നെ കേൾക്കുന്ന ആളുകളോട് പറയുവാനുള്ളത്, മനുഷ്യരിൽ നന്മയുള്ളവരെ ചേർത്ത് വെച്ചുകൊണ്ടാണ് അള്ളാഹുവിൻ്റെ പ്രവാചകൻ ഒരു കാലഘട്ടത്തിലെ സകലമാന ദുർമൂർത്തികളെയും സകലമാന തമ്മാടികളെയും പ്രതിരോധിച്ചതെങ്കിൽ സോളിഡാരിറ്റി ആഗ്രഹിക്കുന്നു. ഈ രാജ്യത്ത് മനുഷ്യന് വേണ്ടി എണീറ്റ് നിൽക്കുന്ന, ഈ രാജ്യത്ത് മാനവികതയുടെ മാർഗത്തിൽ എണീറ്റ് നിൽക്കുന്ന മുഴുവൻ മനുഷ്യരെയും യോജിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകുവാൻ അത്തരത്തിലുള്ള ഒരു പോരാട്ടമാണ് യഥാർത്ഥത്തിൽ, അത്തരത്തിലുള്ള ഒരു ജനകീയമായ മുന്നേറ്റമാണ് സോളിഡാരിറ്റി ആഗ്രഹിക്കുന്നത്. നാലാമതായി സോളിഡാരിറ്റിക്ക് പറയുവാനുള്ളത്, നീതിയുടെ മാതൃകകളെ ഈ
മനുഷ്യ സമൂഹത്തിന്റെ മുമ്പിൽ അതിനെ പ്രചരിപ്പിക്കേണ്ട, അതിനെ വീണ്ടും ആവർത്തിക്കേണ്ട ബാധ്യതയാണ് മനുഷ്യ സമൂഹത്തിനുള്ളത്, വിശ്വാസികൾക്കുള്ളത്. നിങ്ങൾ മനുഷ്യത്വത്തിന്റെ ആളുകളാവുക, നിങ്ങൾ നീതിയുടെ ആളുകളാവുക, നിങ്ങൾ അഭിമാനത്തിന്റെ ആളുകളാവുക. അതേ കൂട്ടരെ, വലാ തഹിനു വലാ തഹ്സനു അൻതുമുൽ അഅലൗന ഇൻ കുൻതും മുഅ്മിനീൻ. വിശുദ്ധ ഖുർആനിന്റെ ഈ വാക്യങ്ങൾ ചരിത്രത്തിന്റെ കഴിഞ്ഞ നൂറ്റാണ്ടുകളോളമായി മനുഷ്യ സമൂഹത്തിൽ ദുർബലരായ, അടിച്ചമർത്തപ്പെട്ട, അവഗണിക്കപ്പെട്ട സമൂഹങ്ങൾക്ക് നൽകിയത് വലിയ കരുത്തായിരുന്നു. അവർ ശാസ്ത്രത്തിൽ മുന്നേറി, അവർ സാമൂഹികതയിൽ മുന്നേറി, അവർ രാഷ്ട്രീയവും അതുപോലെ തന്നെ വിപ്ലവത്തിലും മുന്നേറി. ആ മുന്നേറ്റം തന്നെയാണ്. നിങ്ങൾ ഒരിക്കലും ദുഃഖിക്കേണ്ടതില്ല, നിങ്ങൾ ദുർബലരാകേണ്ടതില്ല. നിങ്ങൾ തന്നെയാണ് അത്യുന്നതന്മാർ. കാരണം നിങ്ങൾക്ക് വിശ്വാസമുണ്ട് എന്നുള്ളത്, നിങ്ങൾക്ക് ഈമാനുണ്ട് എന്നുള്ളത് കൊണ്ട് ആ വിശ്വാസമില്ലാത്തിടത്തോളം കാലം പിടിച്ചു നിൽക്കാൻ സാധ്യമല്ല എന്നുള്ളതാണ് സോളിഡാരിറ്റിക്ക് മുഴുവൻ വിശ്വാസികളോടും പറയുവാനുള്ളത്. ഈ അടിസ്ഥാനത്തിൽ നിന്നുകൊണ്ട് ഒരു പുതിയ കാലഘട്ടത്തിന്റെ പിറവിക്ക് വേണ്ടിയുള്ള പേറ്റുനോവായി മാറുവാൻ നമുക്ക് കഴിയണമെന്നുള്ളതാണ് ഈ ക്യാമ്പയിൻ കൊണ്ട്, ഈ സന്ദേശം കൊണ്ട് സോളിഡാരിറ്റിക്ക് യഥാർത്ഥത്തിൽ നിങ്ങളോട് പറയുവാനുള്ളത്, ഈ രാജ്യനിവാസികളുടെ മുമ്പിൽ വെക്കുവാനുള്ളത്. അതുകൊണ്ട് ആ ആദർശത്തിന്റെ മാർഗത്തിലേക്ക് യുവാക്കളോട് സവിശേഷമായിട്ടും സോളിഡാരിറ്റിക്ക് പറയുവാനുള്ളത്, ഈ ജീവിത കാലഘട്ടമുണ്ടല്ലോ, ഈ ജീവിത കാലഘട്ടം എന്ന് പറയുന്നത് ഈ രാജ്യത്തിന് അവകാശപ്പെട്ടതാണ്. ഇവിടുത്തെ നിങ്ങളുടെ മനുഷ്യ സമൂഹത്തിന് അവകാശപ്പെട്ടതാണ്, നിങ്ങളുടെ കുടുംബങ്ങൾക്ക് അവകാശപ്പെട്ടതാണ്. അതുകൊണ്ട് നിങ്ങളെ ഉയർത്തെഴുന്നേറ്റു വരിക. ചരിത്രത്തിൽ പുതിയ നിർമ്മിതികൾ സൃഷ്ടിച്ച യുവത്വമേ, നിങ്ങൾ എണീറ്റു വരിക. നിങ്ങൾക്കുള്ളതാണ് ഭാവി. അതെ, ആ അർത്ഥത്തിലുള്ള ഒരു മുന്നേറ്റത്തിന് യുവാക്കൾ മുന്നോട്ട് വരേണ്ടതുണ്ട്. വംശീയതയുടെ ഈ കൂരാകൂരിട്ടിൽ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന കാർണിവൽ സംസ്കാരത്തെ അതിനെ പുൽകിക്കൊണ്ട് അതിൻ്റെ സുഖങ്ങളിലും ആസ്വാദനങ്ങളിലും അധിക നാൾ കഴിഞ്ഞുകൂടാമെന്നാണ് നിങ്ങളുടെ വ്യാമോഹമെങ്കിൽ, വരാനിരിക്കുന്നുണ്ട് ഒരു കാലഘട്ടം, നിന്ദ്യമായ മരണത്തിൻ്റെ കാലഘട്ടം, നിന്ദ്യമായ പീഡനത്തിൻ്റെ കാലഘട്ടം. ആ കാലഘട്ടത്തിൽ നിന്ന് നിങ്ങൾക്ക് മാറണമെങ്കിൽ നിങ്ങൾ അന്തസ്സുള്ളവരായി മാറുക, അഭിമാനബോധമുള്ളവരായി മാറുക, വിശ്വാസത്തിന്റെ കരുത്തുള്ളവരായി മാറുക. ചരിത്രത്തിലെ മഹത്തുക്കളായ പുണ്യാത്മാക്കൾ പ്രഖ്യാപിച്ചതുപോലെ അവരുടെ ജീവിതത്തിൽ പ്രതിസന്ധികളും പ്രയാസങ്ങളും ഉണ്ടായ സന്ദർഭത്തിൽ അവർ ജീവിതത്തിൽ പ്രഖ്യാപിച്ചതുപോലെ, അതെ, ഞങ്ങൾക്ക് ഞങ്ങളുടെ നാഥനുണ്ട് ഞങ്ങളുടെ കൂടെ, ആ പടച്ച തമ്പുരാനിലാണ് ഞങ്ങൾ പ്രതീക്ഷ വെച്ച് പുലർത്തുന്നത്. അതുകൊണ്ട് തന്നെ അവർക്ക് അതെ, അവരൊരിക്കലും തന്നെ ദുർബലരായിട്ടില്ല, അവരുടെ മനസ്സൊടിഞ്ഞിട്ടില്ല, അവരാരുടെ മുമ്പിലും തലകുനിച്ചിട്ടില്ല. അത്തരത്തിലുള്ള ക്ഷമയുള്ളവരെയാണ് റബ്ബ് പ്രേമിക്കുന്നത്, റബ്ബ് സ്നേഹിക്കുന്നത് എന്ന് ചരിത്രത്തിലെ പുണ്യാത്മാക്കളെ സാക്ഷ്യപ്പെടുത്തിക്കൊണ്ട് വിശുദ്ധ ഖുർആൻ പറഞ്ഞ വചനമുണ്ടല്ലോ. ആ വചനത്തിന്റെ സാക്ഷ്യമായി, പുതിയ കാലഘട്ടത്തിന്റെ ശക്തിയായി, പുതിയ കാലഘട്ടത്തിന്റെ മുന്നേറ്റമായി സോളിഡാരിറ്റിയുടെ യൗവനത്തോടൊപ്പം നിങ്ങളുണ്ടാകണമെന്ന് ഈ രാജ്യനിവാസികളോട് പ്രത്യേകമായി ആവശ്യപ്പെട്ട് നിങ്ങൾക്കേവർക്കും സോളിഡാരിറ്റിയുടെ ഊഷ്മളമായ വിപ്ലവാഭിവാദ്യങ്ങൾ നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. വാഹിർ ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വംശീയതയെ ചെറുക്കും